ഹലോ, നമ്മളെന്താ വീഡിയോ വെച്ചാൽ പോക്കിമോൻ എക്സ്പ്ലനേഷനാണ്. പോക്കിമോൻ എക്സ്പ്ലനേഷൻ ചെയ്തിട്ട് തന്നെ 3 മാസത്തിൻ്റെ അടുത്തായി. പിന്നെ ഇത് നിർത്തിയാലും വിചാരിച്ചിരുന്നു. പക്ഷേ ഞാൻ സപ്പോർട്ട് കണ്ടപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഇട്ട വീഡിയോക്ക് ഒരു 1K വ്യൂസ് കിട്ടി. പിന്നെ എല്ലാ വീഡിയോക്കും അത്യാവശ്യം നല്ല വ്യൂസും ഉണ്ട്. അപ്പോൾ ഞാൻ റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആഴ്ചയിലൊക്കെ ഒരു വീഡിയോ പോക്കിമോനായിട്ട് വരാൻ ഞാൻ ശ്രമിക്കാം. അല്ലെങ്കിൽ എപ്പോഴും ഉണ്ടാവും, ഉറപ്പാണ്. ഇതിന് എപ്പിസോഡ്സ് ഉണ്ടാവും, പക്ഷേ ടൈം എടുക്കും. അപ്പോൾ നമുക്ക് 11ാമത്തെ എപ്പിസോഡ് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ അതുപോലെ ലൈക്കും ചെയ്യുക. കഥ ആരംഭിക്കുന്നത് തന്നെ ആശ ഇങ്ങനെ പറഞ്ഞു കണ്ടാണ്. ഇവിടെ ഒന്നുമില്ലല്ലോ, സ്പീറോ മാത്രമേ ഉള്ളല്ലോ. പിന്നെ ഇങ്ങനെയാണ് പറയുന്നത്, ആശും കൂട്ടുകാരും വഴി തെറ്റിപ്പോയോ, അവർക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് അറിയുന്നില്ല, അവർ കുടുങ്ങിയോ. 10 ദിവസമായി വെർമിലൻ സിറ്റിയിലേക്ക് പോകേണ്ട വഴി നമ്മൾ തപ്പുന്നു, ഇതുവരെ കിട്ടിയില്ലല്ലോ. അതൊരു പുഴുവല്ലേ. അങ്ങനെ ബ്രോക്ക് പറഞ്ഞപ്പോൾ മിസ്റ്റി ഒന്ന് പേടിക്കും. പിന്നെയാണ് ബ്രോക്ക് പറയുക അതൊരു ഗ്രാസ് ആണെന്ന്. അങ്ങനെ പറഞ്ഞത് മിസ്റ്റിക്ക് ഇഷ്ടപ്പെടില്ല. മിസ്റ്റി ആണെങ്കിൽ ബ്രോക്കിനെ ചവിട്ടും. അപ്പോഴായിരിക്കും ബ്രോക്കിൻ്റെ അടുത്തുള്ള മാപ്പ് ആഷിൻ്റെ കയ്യിലേക്ക് പോവുക. അപ്പോൾ ആഷ് പറയും, ഇതൊക്കെ നോക്കിയിട്ട് എനിക്ക് തോന്നുന്നു റൂട്ട് 24 വെർമിലൻ സിറ്റിയിലേക്ക് പോകേണ്ടതെന്ന്. നിനക്ക് ഉറപ്പ് തന്നെയല്ലേ റൂട്ട് 24 തന്നെയല്ലേ പോകേണ്ടത്? അങ്ങനെ പോകാൻ ഒരുങ്ങുമ്പോഴായിരിക്കും മിസ്റ്റി ഒരു നെയിൽ കണ്ട് പേടിക്കുക. ആഷ് ഇതെന്താ നോക്കൂ. ആഷ് പറയും, കണ്ടിട്ട് തോന്നുന്നത് വലിയ പോക്കിമോനാണെന്ന്. പീക്കാച്ചു നീ റെഡിയല്ലേ? അതാണെങ്കിൽ ചെർമാൻഡർ എന്ന ഒരു ഫയർ ടാപ്പ് പോക്കിമോനാണ്. എപ്പിസോഡിൻ്റെ പേരാണ് ചെർമാൻഡർ ദ സ്ട്രേ പോക്കിമോൻ. നാഷ് പോക്കറ്റ് ടെക്സ് എടുത്ത് നോക്കും. പോക്കറ്റ് ടെക്സ് പറയും, ഇതാണ് ചെർമാൻഡർ, ഒരു ഫയർ ടൈപ്പ് പോക്കിമോൻ. ഇതിന്റെ വാലിന്റെ അടുത്തിലെത്തി കുറഞ്ഞു വന്നാൽ ഇത് മരിക്കും. പ്രൊഫസർ ഓക്ക് എനിക്ക് തരാമെന്ന് വെച്ച പോക്കിമോൻ്റെ ഇതുമുണ്ടായിരുന്നു, അപ്പോൾ കിട്ടിയില്ല. ഇപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മിസ്റ്റിയും ബ്രോക്കും പറയും, ഇതിനത്ര നല്ല സുഖമില്ലാന്ന് തോന്നുന്നു, ഇത് വീക്കാണെന്ന് തോന്നുന്നു. നീ പിടിച്ചതിന് ശേഷം പെട്ടെന്ന് നമുക്ക് പോക്കിമോൻ സെന്ററിലേക്ക് കൊണ്ടുപോകണം. പക്ഷേ ചെറുമാനെ പിടിക്കാൻ വേണ്ടി പോക്കിബോൾ വരും. പക്ഷെ അത് പോക്കിബോൾ തിരിച്ചടിച്ചു കൊടുക്കും ആശന്. എനിക്ക് തോന്നുന്നു ഇതിന് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന്. പിന്നെ ബ്രോക്ക് വരും, നിങ്ങൾ ആ തീയിലേക്ക് നോക്കൂ, അതിന് എന്തോ കുഴപ്പമുണ്ട്, നീ ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്ക് പോക്കിബോൾ. ചെർമാൻഡർ പോക്കിബോൾ കയറുമെങ്കിലും അദ്ദേഹത്തിലേക്ക് തിരിച്ചു വരും. പിന്നെ പീക്കാച്ചു പോയി ചെർമാനോട് സംസാരിക്കും. അപ്പോഴായിരിക്കും പിന്നെ ആഷിനെയും ബ്രോക്കിനെയും മിസ്റ്റിയും പീക്കാച്ചു പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അപ്പോൾ ആഷിനൊക്കെ മനസ്സിലാവും. ആഷ് പറയും, ചെർമാൻഡർ ആരോ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ നീ പറയുന്നത് ഇത് വേറെ ആരോ പോക്കിമോൻ ആണെന്നാണോ? നിങ്ങൾക്കല്ല, അതുപോലെ തന്നെ എനിക്ക് ഉറപ്പില്ല ഈ പോക്കിമോനിന് ആരെയും വന്ന് കൊണ്ടുപോകുമെന്ന്. പോക്കിമോനിനെ ആരെയും കാത്തു നിൽക്കുകയാണെങ്കിൽ നമ്മളിവിടെ നിൽക്കുന്നതിന് കാര്യമില്ല, നമുക്ക് ഇവിടുന്ന് പോകാം. അങ്ങനെ ഇവർ കുറച്ച് നടന്ന് നോക്കുമ്പോൾ അവിടെ ഒരു പോക്കിമോൻ സെന്റർ ഉണ്ടാകും. അപ്പോഴായിരിക്കും അങ്ങോട്ട് നല്ല മഴ പെയ്യുക. അപ്പോൾ അവർ പെട്ടെന്ന് ഓടിപ്പോകും. എന്നാൽ ഇപ്പോഴും ചെർമാൻഡറിനെ കൊണ്ടുപോകാൻ ആരും വന്നിട്ടില്ല. ചെർമാൻഡറിൽ അയാളെ കാത്തു നിൽക്കുകയാണ്. എന്നാൽ പോക്കിമോൻ സെന്ററിലും ബ്രോക്ക് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ ചെർമാനെ ആരും കൊണ്ടുപോയിട്ടുണ്ടാവുമോ? ഏത് മണ്ടനാണ് ആ ചെർമാൻഡറിനെ അവിടെ വിട്ടുപോയത്? എന്നാൽ അവരിയ്ക്കുന്ന അപ്പുറത്തായിട്ട് ഡാമിയനും അവൻ്റെ കൂട്ടുകാരും ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ഡാമിയൻ ആരാ ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്കും അറിയില്ല. ഈ എപ്പിസോഡ് മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ബാക്കിയുള്ള എപ്പിസോഡ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഉണ്ടെങ്കിൽ കാണാം. അപ്പോൾ അവൻ്റെ കൂട്ടുകാരൻ ചോദിക്കും, നിന്റെ കയ്യിൽ ചെർമാൻഡർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു, ശരിയല്ലേ? അതെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇല്ല. അവരെ കൊണ്ട് ഒന്നിനും കഴിയില്ല, അവനൊരു വീക്കാണ്. പിന്നെ വെറുതെ എന്തിനാ ഞാൻ എൻ്റെ കയ്യിൽ വെച്ച് പോക്കിമോൻ്റെ എണ്ണം കൂട്ടണം, അവനെ ഞാൻ ഉപേക്ഷിച്ചു. എന്നാൽ ഈ പറയുന്നതൊക്കെ ആശും ആശിൻ്റെ കൂട്ടുകാരും കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ബ്രോക്ക് വരും, ചെർമാൻഡർ ഏതെങ്കിലും വാട്ടർ ടൈപ്പ് പോക്കിമോൻ ആയിരിക്കും തോറ്റിട്ടുണ്ടാവുക. പക്ഷെ നന്നായി ട്രെയിൻ ചെയ്താൽ അവൻ വാട്ടർ ടൈപ്പ് പോക്കിമോനെയും തോൽപ്പിക്കും. എന്നിട്ട് നീ ആ ചെർമാൻഡറെ എന്താണ് ചെയ്തത്? ഞാനാണെങ്കിൽ അവനൊരു കല്ലിൻ്റെ മേലെ ഇരുത്തിയാണ്ട് പറഞ്ഞു, ഞാൻ ഇപ്പോൾ തന്നെ വരാം, നീ ഇവിടെ ഇരിക്കണമെന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ എന്നെ ഫോളോ ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ അവന് വാക്ക് കൊടുത്തു, ഞാൻ ഇപ്പോൾ തന്നെ വരാമെന്ന് പറഞ്ഞ്. ബ്രോക്കാണെങ്കിൽ അവിടെ നിന്ന് എണീച്ച് ഡാമിയൻ്റെ അടുത്തേക്ക് പോയി. ബ്രോക്ക് പറയും, നീ പോയി എടുത്തു വാ, ചെർമാൻഡറാണ് നിനക്ക് വേണ്ടി ഇപ്പോഴും അവിടെ കാത്തു നിൽക്കുകയാണ്, നീ പോയി കൊണ്ടുപോവാ അതിനെ എന്ന് പറയും. മയത്തും നിനക്ക് വേണ്ടി ചെർമാൻഡർ കാത്തു നോക്കുകയാണെങ്കിൽ ഇതിന്റെ വാലിലെത്തി അണഞ്ഞാൽ അത് മരിക്കും. അപ്പോൾ ഡാമിയൻ പറയും, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കിയ പോരെ. അപ്പോൾ ആശ പറയും, നീയൊക്കെയാണ് പോക്കിമോൻ ട്രെയിനർ നടക്കുന്നത്, വേറെ പണിക്കും പോയിക്കൂടെ എന്ന് പറയും. അപ്പോൾ ഡാമിയൻ പറഞ്ഞാൽ നീ പോക്കിമോൻ ഫൈറ്റിന് വാ എന്നോട്. അപ്പോൾ അങ്ങോട്ട് നെയ്സ് ജോ എന്ന് പറയും, നിങ്ങൾക്ക് ഇതിന്റെ റൂൾസ് ഒന്നും അറിയില്ല, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പോക്കിമോൻ ബാറ്റിലോ അതൊന്നും പറ്റില്ല എന്ന് പറയും. അങ്ങനെ ഇവർ 3 പേരും ചെർമാൻഡറിനെ രക്ഷിക്കാൻ പോകും. അവരെത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ചെർമാൻഡർ സ്പീറോ എന്ന പോക്കിമോൻ അറ്റാക്ക് ചെയ്യുന്നുണ്ടാവും. എന്നാൽ പീക്കാച്ചു അവിടെ വന്ന് ഒരു തണ്ടർ ഷോക്ക് അടിക്കും. അപ്പോൾ തന്നെ സ്പീറോ എന്ന പോക്കിമോനൊക്കെ പോകും. പിന്നെ അവർ ചെർമാൻഡർ എടുത്ത് അവിടുന്ന് പോക്കിമോൻ സെന്ററിലേക്ക് പോകും. ആശ പറയും, നെയ്സ് ജോ ഞങ്ങളെ സഹായിക്കണം, ഈ ചെർമാൻഡറിന് അത്ര നല്ല സുഖമില്ല, ഇതിൻ്റെ തീ ഇപ്പോൾ അണയും, ഇതിനത്ര നല്ല കണ്ടീഷനല്ല, നിങ്ങൾക്ക് ഇതിന് മുമ്പ് ഇങ്ങോട്ട് കൊണ്ടുവന്നതിനോ ഇതിനെ. അപ്പോൾ ആശ അത് ഞങ്ങളെ കുറ്റമല്ല, ഇതിൻ്റെ ട്രെയിനർ ഡാമിയനാണ്, അവനാണെങ്കിൽ ഇതിനെ ഉപേക്ഷിച്ചു. എന്ത്? ഡാമിയൻ ചെർമാൻഡറിനോട് വാക്ക് കൊടുത്തു, ഞാൻ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് ഒരു സ്ഥലത്ത് ചെർമാൻഡറെ നിർത്തി. പക്ഷേ ഡാമിയൻ പറ്റിച്ചു. എന്നാൽ ചെർമാൻഡറിനെ അവൻ ഒരുപാട് വിശ്വസിച്ചു, അവന് വേണ്ടി കാത്തിരുന്നു അവിടെ. ബ്രോക്ക് പോയി നെക്സ്റ്റോട് പറയും, ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, ചെർമാൻഡറെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം.
ചെർമാൻഡറിന് ഇപ്പോൾ സുഖമുണ്ട്, രാവിലെ ആകുമ്പോഴത്തേന് ഒക്കെ ശരിയാവും. രാവിലെ ആയപ്പോൾ ബ്രോക്ക് എന്ന് പറയും ചെർമാൻഡറെ കാണാനില്ല. എനിക്ക് തോന്നുന്നു ആ കല്ലുമേക്ക് വീണ്ടും പോയി ഡാമിനെ കാത്തു നിൽക്കാൻ. ചെർമാൻഡർ ആണെങ്കിൽ ആ കല്ലിന്റെ അടുത്തിലേക്ക് പോയി, പക്ഷെ കൂട്ടുകാരാണെങ്കിൽ വെർമില സിറ്റിയിലേക്കും പോകും. ഇതൊക്കെ കഴിഞ്ഞ ശേഷമാണ് ടീം റോക്കറ്റിന്റെ എൻട്രി. ടീം റോക്കറ്റിന് അവരുടെ അടുത്തുള്ള മിഷൻ ഉപയോഗിച്ച് ഒരു ഹോൾ ഉണ്ടാക്കും. എന്നിട്ട് അതിന്റെ ടോപ്പ് ഭാഗം മാത്രം കവർ ചെയ്യും. എന്നിട്ട് ആശും കൂട്ടുകാരും വരുന്നത് വരെ അവർ മാറി ഒടിച്ചു നിൽക്കും. അതിൽ പീക്കാച്ചു ആണെങ്കിൽ സുഖമായിട്ട് അതിന്റെ മേലൂടെ നടന്നു പോകും. അപ്പോൾ ജെസ്സി ജെയിംസോട് പറഞ്ഞു, നിന്നോട് അപ്പളെ പറഞ്ഞ അത്ര കൊമ്പുകളൊന്നും യൂസ് ചെയ്യണ്ട. പീക്കാച്ചു വീണില്ലെങ്കിലും ആശും കൂട്ടുകാരും അതിലേക്ക് വിൽക്കും. അപ്പോൾ പീക്കാച്ചു മാത്രമായി. അപ്പോൾ ജെസ്സിയും ജെയിംസും തണ്ടർ പ്രൂഫ് ഇല്ലേ ജാക്കറ്റ് ഇട്ട് നിൽക്കും. ജാക്കറ്റിൽ ഒരു സൂട്ട് ഇട്ട് നിൽക്കും. അപ്പോൾ പീക്കാച്ചും തണ്ടർ ഷോക്കൊന്നും അവർക്കൊന്നുമല്ല. പീക്കാച്ചു അവിടെ നിന്ന് ഓടിപ്പോകാൻ ശ്രമിക്കുമെങ്കിലും ഒരു റെഡ് ബലൂനെ പോലെ വലിയൊരു സാധനം പീക്കാച്ചുവിനെ ട്രാപ്പ് ചെയ്യും. ആശ അവിടുന്ന് മേലെ കയറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അങ്ങ് കഴിയില്ല. പീക്കാച്ചിനെ കൊണ്ട് ടീം റോക്കറ്റ് പോകാൻ നിൽക്കുമ്പോഴായിരിക്കും അങ്ങോട്ട് ഒരാൾ വരും. അത് വേറെ ആരുമില്ല, ചെർമാൻഡർ നേരെ പോയേണ്ട ഒരു കാര്യം പറയും. അത് ടീം റോക്കറ്റിലെ മിയാവുത്തിന് മനസ്സിലാവും. പീക്കാച്ചിനെ വെറുതെ വിടാനാണ് പറയുന്നതെന്ന് പറയും. അപ്പോൾ ജെസ്സി പറയും, ഇവനെന്താ കളിക്കുകയാണോ? ടീം റോക്കറ്റെങ്കിൽ ചെർമാൻഡറെ കളിയാക്കും. അതൊന്നും ചെർമാൻഡർ ഇഷ്ടപ്പെടില്ല. ചെർമാൻഡർ ഒറ്റ ഫയർ അറ്റാക്കിൽ അവർ കരിയും. ഫയർ അറ്റാക്കിൽ തന്നെ അവർ അവിടുന്ന് ഓടിപ്പോകും. ഡാമിനൊക്കെ ഇതൊക്കെ കാണുന്നുണ്ട്. ബ്രോക്ക് പറയും, ചെർമാൻഡർ ഒരുപാട് നന്ദിയുണ്ട് രക്ഷിച്ചതിന്. ആശ്വസിക്കും, ചെർമാൻഡർ നിനക്ക് ഞങ്ങളെ കൂടെ കൂടണോ? ഞങ്ങളെ കൂടെ വരുന്നുണ്ടോ? അപ്പോൾ അങ്ങോട്ട് ഡാമിയൻ വരിക. ഡാമിയൻ പറയും, ഞാൻ നിന്നെ എവിടേക്ക് തപ്പി ചെർമാൻഡർ, നീ എവിടെയായിരുന്നു? ബ്രോക്ക് ചോദിക്കും, നിനക്കെന്താ വേണ്ടിയെന്ന്. അപ്പോൾ ഡാമിയൻ പറയും, ഞാൻ ചെർമാൻഡർ വാക്ക് കൊടുത്തിരുന്നു, ചെർമാൻഡറെ ഞാൻ കൊണ്ടുപോകുമെന്ന്. എനിക്ക് ചെർമാൻഡറെ വേണം. ചെർമാൻഡറിനാണെങ്കിൽ ഡാമിയൻ്റെ ഒപ്പം പോകാൻ ഇഷ്ടമില്ല. ബ്രോക്ക് പറയും, സൂക്ഷിക്കണം, നിന്നെ ഒരു വട്ടം ഉപേക്ഷിച്ചതാണ് ഇവൻ. അങ്ങനെ ചെർമാൻഡറിനെ പോക്കിബോളിലേക്ക് തിരികെ വിളിക്കും ഡാമിയൻ. ചെർമാൻഡറാണി അത് വാല് കൊണ്ട് തട്ടിക്കളയും. ചെർമാൻഡറിന് ഫയർ അറ്റാക്കും. പീക്കാച്ചുണി തണ്ടറും അടിച്ച് ഡാമിയൻ അവിടുന്ന് ഓടിക്കും. ബ്രോക്കണി ആശിനോട് പറയും, ആശ് നിനക്ക് ചെർമാൻഡർ എടുത്തോ, അത് നല്ല പോക്കിമോനാണ്, നിനക്ക് നന്നായി ട്രെയിൻ ചെയ്യാനും കഴിയും. അപ്പോൾ ആശ് പറയും, പക്ഷേ നിനക്കാണ് അതിന് അർഹത, ചെർമാൻഡർ നീ എടുത്തോ. ബ്രോക്ക് പറയും, അതൊന്നും സാരമില്ല, ചെർമാൻഡർ നിന്റെ കാര്യമുണ്ടായി നന്നായി ട്രെയിൻ ചെയ്ത് അവൻ വലിയൊരു പോക്കിമോൻ തന്നെ ആകും. അങ്ങനെ ചെർമാൻഡറിനെ ആശ എടുക്കും. അങ്ങനെ ആശിന്റെ കൂട്ടുകാരൊപ്പം ജോയിൻ ചെയ്ത് എപ്പിസോഡ് 11 അവസാനിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോ ഒന്ന് വരുന്ന ചോദിച്ചാൽ അവിടെ തന്നെ ഇടാൻ ശ്രമിക്കാം. അപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്കും ചെയ്യുക. അപ്പോൾ ടാറ്റാ ബൈ ബൈ.